ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ലോ ബഡ്ജറ്റിൽ നമുക്കൊരു കിടിലം വീടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ കാണുന്ന വീട് നമുക്ക് ട്രിവാൻഡ്രത്ത് മുക്കോല ജംഗ്ഷനിൽ നിന്ന് ഒരു 500 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു 7 കിലോമീറ്റർ മാത്രം ഒന്ന് ട്രാവൽ ചെയ്താൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഈ മുക്കോല ജംഗ്ഷനിൽ നിന്ന് ഒരു 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് വരുന്നത്. നിയറസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്കൂളും ബാക്കി എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ വീട് ഫുള്ളും തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ചുടുകല്ലിലാണ്. അപ്പോൾ റെഡ് ബ്രിക്സ് വീട് നമുക്ക് ഇപ്പോൾ ധാരാളം എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 500 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. 3 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കി 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഉള്ളിലോട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോൾഡിങ് ഏറ്റാണ് 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് തുറന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കടക്കുമ്പോഴത്തേക്ക് വീട് ഫുള്ള് തന്നെ കണ്ടോ, മുറ്റം മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് കവേർഡായിട്ടുള്ള ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്കൊരു 3 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ധാരാളം സ്ഥലമുണ്ട് കേട്ടോ, മുറ്റത്ത് ധാരാളം സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടികളൊക്കെ സുഖമായിട്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് പുറത്തുനിന്ന് വരുന്നൊരു വ്യൂ വരുന്നത്. ഈ വീടിന് നമുക്ക് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ചെറിയൊരു ഗാർഡൻ്റെ പ്രൊവിഷനും നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് 12x6 ഡയമെൻഷനിലുള്ള ഒരു നല്ല വലിയ ഒരു വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് വരുന്നത്. നമുക്കിവിടെ വാൾ ടൈൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ തൂണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ വലിയ നീളത്തിലുള്ള ഗ്രാനൈറ്റ് ആണ് ഫ്രണ്ടിലിട്ടിട്ടുള്ളത്. ബാക്കി ഫുള്ള് ടൈൽസിലാണ് നമുക്ക് ഉള്ളിലോട്ട് വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ വരുന്നത് കേട്ടോ. ഫുള്ളും തന്നെ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നല്ല പോളിഷൊക്കെ ചെയ്ത് ഒരു ഡിസൈനിങ് ഉള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഉള്ളിലോട്ടേക്കുള്ള കാഴ്ച കാണാം. നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് കണ്ട ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ നമുക്ക് ചേർന്ന് വരുന്ന ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ കാണുന്നത്. 22x18 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാഷിംഗ് ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മിററും കണ്ടോ, മിററും ബാക്കി സംഭവം എല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട്. താഴെ 2 സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയും കൂടെ വരുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൽ ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇനി നമുക്ക് ആ ഒരു ഓപ്പൺ കിച്ചൻ്റെ കാഴ്ച കൂടെ കാണാം. 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്കിവിടെ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തറയിലിട്ടിട്ടുണ്ട്. കൂടാതെ ബോർഡ് വർക്കാണ് നമുക്കിവിടെ കിച്ചൻ്റെ മെറ്റീരിയൽ ഫുള്ളും തന്നെ വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കണ്ടോ പല ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പവർ പ്ലഗ് ഉണ്ട്, ധാരാളം സ്പോട്ടിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. പിന്നെ നമുക്കിവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, താഴേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ സിങ്ക് വരുന്നത്. ഇനി കൂടാതെ നമുക്ക് ഇവിടെ തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. 10x6 ഡയമെൻഷനൊക്കെ വരുന്ന ഒരു വർക്ക് ഏരിയയും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സിങ്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്നാണ് പുറത്തോട്ടിറങ്ങിയാൽ നമുക്കിവിടെ കിണർ കാണാൻ സാധിക്കും. പുറകുവശത്താണ് കിണർ ബാക്കി സംഭവമൊക്കെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂം ഉള്ളത് നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ചുമരിൽ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് 2 വിൻഡോ വരുന്നുണ്ട്, 2 ഭാഗത്താണ് 2 വിൻഡോ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടുണ്ടോ ഒരു മിറർ, സിങ്കും ബാക്കി എല്ലാ സംഭവവും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷമാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് നമുക്ക് മുകളിലോട്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാനായിട്ട് പോകേണ്ടത്. നമുക്ക് ഈ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് ഹാൻഡിൽസ് ഉണ്ട്, സ്റ്റീലും ഗ്ലാസും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഫാൻസി ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കൂടെ കാണാം. അവിടെയാണ് നമുക്ക് ബാക്കി 2 ബെഡ്റൂമും ഒരു ബാൽക്കണി ബാക്കി സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. 16x12 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. സെയിം താഴെ കണ്ട അതേ ടൈപ്പ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കയറി വരുന്ന ഭാഗം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് 2 ബെഡ്റൂം ഉള്ളത്. ഒന്ന് ഈ ഒരു ഭാഗത്ത്, ഇത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുണ്ടോ ഈ 2 ഭാഗത്തായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കാണാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ പെയിൻറ്റിങ് ഉണ്ടോ ഈ ഒരു രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് പോലത്തെ ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. നമുക്ക് PVC ഡോറിലുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഉള്ളിലോട്ട് നോക്കുമ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മിററും ബാക്കി സിങ്ക് എല്ലാ സംഭവവും വരുന്നുണ്ട്. താഴെ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലൊക്കെയാണ് തറയിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം കാണാം. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് 2ാമത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 12x10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടുത്തെ തീം ഉണ്ട്, ഒരു ഗോൾഡൻ കളർ വരുന്ന ഒരു പെയിൻറ്റിങ്ങാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. 2 വിൻഡോ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിലുള്ള ഒരു PVC ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതിൽ വരുന്ന ബാത്റൂമിൻ്റെ അതേ ഒരു സൈസാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇത് ഇവിടെ ആയിട്ട് നമുക്ക് മിറർ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ടോയ്ലറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് കാണേണ്ടത്. അത് നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കണ്ടോ, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് വരുന്നത്. അപ്പോൾ 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി ഏരിയ നമുക്ക് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ വേറെയും ധാരാളം വീടുകളൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല ഭംഗിയാണ്. രാവിലെയുള്ള ഈ ഒരു വ്യൂ ഒക്കെ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ 12x10 ഡയമെൻഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്പൺ ഏരിയ പോലെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം കവേർഡായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ പുറകിലായിട്ടും ഒരു ബാക്ക് സൈഡിലൊരു ബാൽക്കണി വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് മുകളിൽ ടെറസിലോട്ട് പോകേണ്ട സ്റ്റെപ്പുകൾ വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളും തന്നെ നമുക്ക് മഴയും നനയാത്ത രീതിയിൽ കവർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് മഴയത്തൊന്നും തെന്നാത്ത രീതിയിലുള്ള ഒരു ടൈലിംഗ് ആണ് നമുക്കിവിടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ കയറിയാണ് നമുക്ക് മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് നമ്മൾ നോക്കേണ്ടത്. 72 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീട് വാങ്ങിക്കാം. അത് നെഗോഷ്യബിളാണ്, ചെറിയൊരു നെഗോഷ്യബിൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സൗകര്യമുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹോം ലോണാണ് നിങ്ങൾ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും.
അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആരെങ്കിലും തന്നെ വീട് വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീട് അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കൂടാതെ ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, ഇപ്പോൾ 50 ലക്ഷത്തിന് താഴോട്ടോ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോ അല്ലെങ്കിൽ അതിന് മുകളിലോ 1 കോടിക്ക് പുറത്തോട്ടുള്ള വീടൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചു തരാം. ട്രിവാൻഡ്രത്ത് നമുക്ക് പല പല സ്ഥലങ്ങളിൽ നമുക്ക് വീടുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.